ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ദിവസങ്ങളായി PSC റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഹസ്ബൻഡിൻ്റെ ചാനലാണ്, അപ്പോൾ ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്യാറില്ല ഇപ്പോൾ. മറ്റു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ PSC എന്ന് വെച്ചാൽ നമ്മുടെ LDC എക്സാം ഒരുപാട് ജില്ലകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജില്ലകളിൽ എക്സാം ഉണ്ട്. ഒക്ടോബറിലൊക്കെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ എക്സാം കഴിഞ്ഞവർ ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിലായിരിക്കും. കാരണം എക്സാം കഴിഞ്ഞതേ ഭയങ്കര ഷോക്കിലായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സാം ആയിരുന്നില്ല. കാരണം എല്ലാവരും എപ്പോഴും എല്ലാവർക്കും അറിയാം. കാരണം ഓരോ PSC എക്സാം കഴിയുന്തോറും ടഫായിക്കൊണ്ടിരിക്കുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അല്ലാതെ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും PSC വളരെ എളുപ്പത്തിലുള്ള എക്സാമൊന്നും നമുക്ക് മുന്നിലേക്ക് തരില്ല. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് പലരും ഇനിയും വിട്ടുമാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോടൊക്കെ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്വപ്നമുണ്ട്. നമ്മളൊരു ജോബ് എന്നുള്ളൊരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു സാധനം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളത് നേടിയിരിക്കുക, അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. ഇപ്പോൾ ഒരു സാധനം വാങ്ങണം, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്, ഒരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ വാങ്ങിക്കും. അല്ലാതെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വൈബിലേക്ക് തന്നെയാണ് പോവുക. എന്തെങ്കിലും നമുക്ക് കിട്ടൂലേ എന്നുള്ള ഒരു നെഗറ്റിവിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കുക ചെയ്യുക, നമുക്ക് കിട്ടൂല. അപ്പോൾ വേണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കല്ലേ. അപ്പോൾ വേണം എന്ന് തന്നെയാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക, നിർത്താതെ പഠിക്കുക. അപ്പോൾ ഈ ഒരു LDC എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പലരുടെയും മെൻറ്റാലിറ്റിയൊക്കെ ഇതായിരിക്കും. കാരണം എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഇത്രയൊന്നും പഠിച്ചിട്ട് നേടാൻ പറ്റൂല, എനിക്ക് വേണ്ട ജോലി, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളും എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സിമ്പിൾ കാര്യമൊന്നുമല്ല. അത് എത്ര ചെറിയ ജോലിയായാലും എത്ര വലിയ ജോലിയായാലും ഇപ്പോൾ ചെറിയൊരു ശമ്പളത്തിലായാൽ കൂടി നമുക്ക് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ വലിയൊരു ചേഞ്ചാണ് വരിക. നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം എൻ്റെ മുന്നേത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് വലിയൊരു ജോലിയൊന്നുമല്ല, സാധാരണ ഒരു LD ക്ലർക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ബേസിക് വരുന്നത് നമുക്ക് 26,400 സംതിങ് അല്ലേ ബേസിക് റേഞ്ച് വരുന്നത്. നമുക്കത് അലവൻസും കാര്യങ്ങളും പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന എമൗണ്ട് വളരെ കുറച്ചാണ്. അപ്പോൾ ഒരു സീറോ ഇൻകം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് വലിയൊരു എമൗണ്ടാണ്. വളരെ വലിയൊരു ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ വരിക. ഇത്രയും കാലം അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ ചിലവിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ, പെൺകുട്ടികൾക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓണാണ് കഴിഞ്ഞത്, ഓടി നടന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു കോൺഫിഡൻസ് കൂടിയാണ്. നമുക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ എത്ര ചെറിയ പൈസ ആയാലും ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തീരും. എന്നാൽ കൂടി നമുക്ക് ഒരു 100 രൂപ ഇനി പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ആരോടെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം അടുത്ത മാസം നമുക്ക് പൈസ വരും നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ അതിന് തിരിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞാൻ ഓടി നടന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളും അതേപോലെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ, എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഓണാണ്. അപ്പോൾ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനാണ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തത്. സാധാരണ ഹസ്ബൻഡാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തിരുന്നല്ലേ, അല്ലെങ്കിൽ അച്ഛൻ. അതേപോലെ നമ്മൾ ഫെയറിലൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ റൈഡ്സിലൊക്കെ കയറി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്പെഷ്യലാണ്. ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഓണം, ഇപ്പോൾ രണ്ടാമത്തെ സെലിബ്രേഷനാണ്. അപ്പോൾ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വലിയൊരു ദുരന്തമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ, ഡ്രസ്സ് എടുക്കുക, അതേപോലെ തന്നെ ഓഫീസിൽ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ ഒരുങ്ങി പോവുക, നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഡ്രസ്സ് വാങ്ങിക്കുക, ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുക, അങ്ങനെയുള്ള. പിന്നെ കറങ്ങാൻ പോവുക, ഓണത്തിനൊക്കെ കറങ്ങാൻ പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മെമ്മറീസ് ആണല്ലേ. പണ്ടൊക്കെ നമുക്ക് പൈസയൊന്നും ഉണ്ടാവില്ല കറങ്ങാൻ പോകാനൊന്നായിട്ട്. പോയാൽ തന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഫെയറിനൊക്കെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലറ ചില്ലറ കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണോ എന്നറിയില്ല. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. വലിയ എമൗണ്ടൊന്നുമല്ല സാലറി കിട്ടുന്നത്, എന്നാലും അതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളൊന്നും നിർത്താതിരിക്കുക.
അപ്പോൾ PSC എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു എക്സാം ഒന്നുമല്ല നടത്തുന്നത്. നമുക്കിപ്പോൾ LDC എക്സാം 3 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്. അതേപോലെ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ എക്സാംസ് ഉണ്ട്. ട്രേഡ് എക്സാംസ്, അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് വൈസുള്ള നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതണം. അപ്കമിങ് എക്സാംസ് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഇനി വരാനുള്ളത്. അതേപോലെ ഒരുപാട് 10th ലെവൽ എക്സാംസ് വരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ് ഇനി വരുന്നത്. പഠിക്കാനുള്ള കാര്യങ്ങളും സെയിം തന്നെയാണ്. നമുക്ക് ഏതൊരു എക്സാം വന്നാലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ എക്സാമിനും മാറി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ എക്കാലത്തേക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ട് വെറുതെ വേസ്റ്റായി പോയി എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട. ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അവരൊന്നും വെറുതെ ഇരുന്നിട്ടല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ജോലി കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പഠനം എത്ര കഷ്ടപ്പാടായിട്ട് തോന്നിയാലും നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു റിലാക്സേഷനാണ്. അപ്പം അത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന പോലെ തന്നെയാണ്. പലർക്കും ഓരോ എക്സാംസ് വിളിക്കുന്നത് പോലും അറിയുന്നില്ല. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണം വായിക്കുന്നത് നന്നായിരിക്കും. ജോലി കിട്ടുന്നത് വരെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു മോട്ടിവേഷൻ എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് മുന്നിൽ ഇനി വരാനായിട്ട് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഉണ്ട് ഡിഗ്രി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലാസ്റ്റ് ഗ്രേഡ് എക്സാം. കാരണം നമുക്ക് ഡിഗ്രി ലെവലിലുള്ള ആൾക്കാർ ഒന്നും തന്നെ കോമ്പറ്റീഷനിലില്ല. അപ്പോൾ നമുക്ക് അത്രയും എക്സാമും അത്രയും LDൻ്റെ അത്രയൊന്നും ടഫായിരിക്കില്ല. കാരണം എക്സാം അത്രയും സിമ്പിളായിരിക്കും. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് ആഞ്ഞു പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ അധികം ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. LGS എക്സാമിനെ മനസ്സിലാക്കി പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. വേണമെന്ന് വിചാരിച്ച് പഠിച്ചാൽ എന്തായാലും കിട്ടും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമോ അത് മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ട് പഠിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്നൊക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഒരാൾ എത്ര പഠിച്ചു എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം സമയം കിട്ടുമോ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക. എത്രത്തോളം സമയം കൂടുതൽ പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. അവരിത്രയേ പഠിക്കുന്നുള്ളൂ, ഞാനും എത്ര പഠിച്ചാണെന്നൊന്നും ആലോചിക്കേണ്ട, നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഡീമോട്ടിവേറ്റ് ആവാതിരിക്കുക. ഹാപ്പിയാണ് ലൈഫ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞു മോട്ടിവേഷൻസ് വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുപോലെ LGS എക്സാമിന് പിന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസൊക്കെ ഉണ്ട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. LDC എക്സാം പ്രിപ്പയർ ചെയ്തവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. ബ്രേക്ക് വരാതിരിക്കുക. ബ്രേക്ക് വന്നവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ സെയിം സിലബസ് തന്നെയാണ് LDൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് പഠിച്ചാൽ മതിയാകും. ഈ LD കിട്ടൂല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം എന്തായാലും കിട്ടും. അപ്പോൾ അത് വെച്ച് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.